faculty members, respected principal ma'am, and my dear book enthusiasts. So, ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ എ പീസ് ഓഫ് മാജിക് എന്ന് പറയാം. ആൻഡ് ദ ബുക്ക് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് ബൈ ഡേവിഡ് ഷ്വാർട്സ്. സോ ഈ ബുക്ക് 348 പേജസ് ഇതിലുണ്ട്. ഓരോ പേജസും നമുക്ക് ഒരു കോൺഫിഡൻസ് തരും. ഓക്കെ, ആൻഡ് ഞാൻ മലയാളത്തിൽ ഇത് പറയാൻ കാരണം എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ്. ബിക്കോസ് അതിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറേ എലമെന്റ്സ് ഓതർ പറഞ്ഞിട്ടുണ്ട് വിത്ത് സം എക്സാമ്പിൾസ്. സോ ആദ്യം ബിലീവ് ഇൻ യുവർ സെൽഫ്. ഈ കാര്യം നമ്മൾ പൊതുവെ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ബിലീവ് ഇൻ യുവർ സെൽഫ്. പക്ഷെ അതിൻ്റെ അകത്തുള്ള ലോജിക് എന്താണ്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം പൊതുവെ ആരും മനസ്സിലാക്കാറില്ല. നിങ്ങളെ എപ്പോഴും ചെറുതായിട്ട് കാണുന്നതാണ് എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ ആയിരിക്കുന്നത്, അല്ലെ? എല്ലാ സാഹചര്യത്തിലും നമ്മളെ ചെറുതാക്കി കാണും. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒട്ടും താഴ്ന്ന ഒരാളല്ല. ബിക്കോസ് ആ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലെ ഒരു മാനേജർ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്ക് നിങ്ങൾ കാരണം എന്തൊരു ഉപകാരമുണ്ട്. അതുകൊണ്ടാണെങ്കിലും നിങ്ങൾക്കും ഒരു ആവശ്യമുണ്ട്, ആ പേഴ്സണിനും ഒരു ആവശ്യമുണ്ട്. സോ നിങ്ങൾ ഒട്ടും താഴ്ന്ന ഒരാളല്ല. നിങ്ങൾക്കും എന്തോ ഒരു കാര്യം ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്കും എന്തോ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് എക്സ്ക്യൂസസ്. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ എല്ലാ ഒരു സാഹചര്യത്തിലും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നതാണ് എക്സ്ക്യൂസസ്. അത് കുറേ ഓതർ എടുത്ത് പറയുന്നുണ്ട് ഹെൽത്ത് റിലേറ്റഡ്. ഇപ്പം ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം പറയുന്നതാണ് എനിക്ക് വയ്യ, എനിക്ക് വയറുവേദന, എനിക്ക് തലവേദന എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഒരു എക്സ്ക്യൂസസ് കൊണ്ടുവരും. അതുപോലെ തന്നെ ഏജ് ഒന്നി ഞാൻ ആ ഒരു ഏജ് എനിക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഏജ് എനിക്ക് കഴിഞ്ഞു പോയി. എല്ലാത്തിനും നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സ്ക്യൂസ്. അത് നമുക്കവിടെ ലിമിറ്റേഷൻ സെറ്റ് ചെയ്യും. നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മളത് മിസ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കും. ആൻഡ് ദ തിങ് ഈസ് പെർഫെക്ഷനിസം മിത്ത്. പെർഫെക്ഷൻ സത്യം പറഞ്ഞാൽ എല്ലാത്തിനും അങ്ങനെ ആർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. അവിടെ ചെറിയ എറേഴ്സ് വരും, എല്ലാം വരും. പക്ഷെ നമ്മൾ ഈ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് നമ്മളൊരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യും. യുനോ സംഹൗ നമ്മളൊക്കെ ഒരു പ്രിറ്റൻഡേഴ്സ് ആണ്. ലോകത്തെല്ലാവരും തന്നെ ഒരു പ്രിറ്റൻഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി എന്നൊരു വേർഡ്. ഈ ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ ഒരു വേർഡാണ്. പക്ഷെ എത്ര പേരാണ് എല്ലാ കാര്യത്തിലും ക്യൂരിയസ് ആയിട്ടുള്ളത്? ഇപ്പോ ആരും ഈ ലോകത്ത് ക്യൂരിയസ് അല്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഈ ചെയറിൽ ഇരിക്കുമായിരുന്നോ? നിങ്ങൾ ഈ റൂഫിൽ താഴെ ഇരിക്കുമായിരുന്നോ? ഈ ഫാൻ്റെ കാറ്റ് കൊണ്ട് സൂക്ഷിച്ചിരിക്കുമായിരുന്നോ? ഇല്ല. സോ ദ തിങ് ഈസ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞത് ഒരാൾക്ക് രണ്ടാൾക്കല്ല, നമുക്ക് എല്ലാവർക്കും വേണം. ബിക്കോസ് നമ്മുടെ അകത്ത് എല്ലാവർക്കും ഒരു സ്കിൽ ഒളിച്ച് കിടപ്പുണ്ട്. സിറ്റുവേഷൻ ആകുമ്പോൾ വരും, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആകുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നമ്മളത് ഒതുക്കി വെക്കുകയാണ്. ഓക്കെ, സോ അതും ഓതറുടെ എടുത്ത് പറയുന്നത്. പിന്നെ ട്രസ്റ്റ്, പവർ. ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നമ്മളുടെ പുറത്ത് തോന്നേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആയിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ പുറത്ത് നമുക്ക് ആദ്യം ട്രസ്റ്റ് വരാം. പക്ഷെ അതിന് മുമ്പ് ആദ്യം നമ്മളെ വിശ്വസിക്കണം. അതിന് ചെറുതായിട്ട് കാര്യങ്ങൾ തിങ്ക് ചെയ്യാതിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും വലുതായിട്ട് തിങ്ക് ചെയ്യണം. അപ്പോഴേ ചെറിയൊരു കാര്യമെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് ആദ്യം പേടി മാറ്റി വെക്കണം, ക്യൂരിയോസിറ്റി വേണം, എക്സ്ക്യൂസസ് മാറ്റി വെക്കണം. എല്ലാ കാര്യത്തിനും എക്സ്ക്യൂസസ് മാറ്റി വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും നിങ്ങൾ മേ ബി ഫ്രണ്ടിൽ വരത്തില്ല എന്ന് നിങ്ങൾക്കൊരു തോന്നുന്നത്, അപ്പം ഞാൻ അവരെ പോലെ അല്ല എന്ന് തോന്നാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പുറകിൽ പോകുന്നത്. ആക്ച്വലി അതിന്റെ റീസൺ നിങ്ങളാണ്. നിങ്ങൾ ഫ്രണ്ടിൽ വന്നാൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഈക്വൽ ആയിട്ട് നിങ്ങൾ ഇരിക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ബാക്കിൽ പോകുന്നതുകൊണ്ട് മേ ബി അവർ ഫ്രണ്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് പറയും? എനിക്ക് അവരെ പോലെ വരാൻ പറ്റുന്നില്ല. ആക്ച്വലി അതിന്റെ റീസൺ ആരാണ്? നിങ്ങളാണ്. ഓക്കെ, അതും ഓതർ എടുത്ത് പറയുന്നത്. പിന്നെ സക്സസ് എന്ന് പറയുന്നത് ലക്കാണ് എന്ന് ഒരിക്കലും തിങ്ക് ചെയ്യാതിരിക്കുക. മേ ബി അതൊരു ഒരു എലമെന്റ് ഉണ്ടായിരിക്കും, പക്ഷെ ഓതർ ഇവിടെ പറയുന്നത് സക്സസ് ഒരു ലക്കാണ് എന്ന് ബിലീവ് ചെയ്യുന്നത് ആദ്യം നമ്മൾ നിർത്തണം. എങ്കിലേ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി എടുത്ത് ഫ്രണ്ടിൽ വരത്തുള്ളൂ. ഓക്കെ, സോ ഓതർ എടുത്ത് പറയുന്ന ഒരു കാര്യം തിങ്ക് ബിഗ്. ഓക്കെ, ഇപ്പം ഈ ബുക്കിന്റെ പേര് തന്നെ ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നാണ്. അതായത് എന്ത് സാഹചര്യത്തിലും എന്ത് നമുക്ക് ചെയ്യണമെങ്കിലും നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ കൊടുത്ത് വലുതായി തിങ്ക് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു കഴിവിനനുസരിച്ചുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആ ഡിമാൻഡ് നിങ്ങൾ വലുതായിട്ട് വയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റിലിരിക്കുന്ന ആളും ഇതിന്റെ ധാരാളം എന്നുള്ള ഒരു മെന്റാലിറ്റി അവർക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്.
നെക്സ്റ്റ്, ബിലീവ് ഇൻ കോസ് ആൻഡ് എഫക്റ്റ്. നമ്മൾ നമ്മുടെ സബ്ജക്ട്സിൽ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്താൽ മാത്രമേ അതിനൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മളൊന്നും ചെയ്യാതെ മാറി നിന്നിട്ട് നമ്മൾ അടുത്തവർ ഫ്രണ്ട്ലി വരാനായിട്ട് ടൈം കൊടുത്തിട്ട് നമ്മളെ ബ്ലെയിം ആയിട്ട് ഒരു കാര്യമില്ല, അടുത്ത ആളുകളെ ബ്ലെയിം ആയിട്ടും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ മുന്നിൽ വന്ന് ചെയ്താൽ മാത്രമേ അതിനൊരു എഫക്റ്റീവ്നെസ് കാണത്തുള്ളൂ. ഡോണ്ട് സെൽ യുവർ സെൽഫ് ഷോർട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ താഴ്ന്ന് നിങ്ങൾ മറ്റുള്ളവരെ എടുത്ത് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും അവർക്കതൊരു മെന്റാലിറ്റി ഇരിക്കും, ഇവൻ ഇത് തന്നെ ധാരാളല്ലേ, ഇവൻ ഇത് പറ്റിയത് തന്നെ വലിയ കാര്യം എന്നുള്ളൊരു തോട്ട് അവർ പറയും. അപ്പൊ നമ്മൾ ആരെയായിരിക്കും ബ്ലെയിം ചെയ്യുന്നത്? നമ്മളെ തന്നെയായിരിക്കും ബ്ലെയിം ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സിറ്റുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഏതൊരു കാര്യം വന്നാലും അതിൽ ആ ടൈം തന്നെ നമ്മൾ ചെയ്യാൻ നോക്കണം. പിന്നെ പതുക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ കൊണ്ടുവരുന്ന കാര്യം എക്സ്ക്യൂസസ് ആണ്. ആസ് ദ ഓതർ മെൻഷൻ, ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ്, ഏജ് റിലേറ്റഡ്, എനിക്ക് ഇതിന് പറ്റത്തില്ല ബിക്കോസ് എനിക്ക് വയ്യ, അതുകൊണ്ട് വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കും. ആ ഒരു മാറ്റം ലാസ്റ്റ് വരെ അങ്ങനെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്നത് ലാസ്റ്റ് വരെ അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഫ്രണ്ട്ലി വരാനുള്ള ഒരു ടെൻഡൻസി തോന്നത്തില്ല. സോ എനിക്ക് ഞാൻ ഈ ബുക്ക് എടുക്കാൻ ഇതൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ ടെൻഷൻ, കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ഒരു പേടി, ഇതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പോൾ ഐ തിങ്ക് ഇതൊരു ബെസ്റ്റ് ബുക്ക് ആയിരിക്കും. ബിക്കോസ് ഓരോ പേജിലും ഓതർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മാജിക്, അതായത് നമുക്ക് എങ്ങനെ ഈ കാര്യത്തിൽ നിന്ന് പുറത്ത് വരാം എന്നുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനിയുണ്ട് പോസിറ്റീവ് എൻവിറോൺമെന്റ്. പോസിറ്റീവ് എൻവിറോൺമെന്റ്, ഇതിലുള്ള എല്ലാ വേർഡ്സും നമ്മൾ ഓൾറെഡി കേട്ട ഒരു കാര്യമാണ്. ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ്, കോൺഫിഡൻസ് ഒക്കെ കേൾക്കും. പക്ഷെ അതിന്റെ ബിഹൈൻഡുള്ള ലോജിക് നമ്മൾ ആരും പെട്ടെന്ന് നോക്കാൻ പോകത്തില്ല. അതാണ് നമ്മുടെ ഒരു ഫോൾട്ട്. അങ്ങനെ ഓതർ പറയുന്നുണ്ട് ഏതൊരു കാര്യത്തിനും ഒരു ലോജിക് ഉണ്ട്, അത് ആദ്യം മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലാതെ വേർഡ്സ് മാത്രം ഇങ്ങനെ മർമറായിട്ട് ഒരു കാര്യവുമില്ല. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരായാലും നമ്മുടെ എൻവിറോൺമെന്റ് ആയാലും എല്ലാം പോസിറ്റീവായിട്ട് വെച്ചിരുന്നാൽ ആ ദിവസം ഒരു ദിവസം പോസിറ്റീവ് ആവും, രണ്ടാമത്തെ ദിവസം നമുക്ക് അങ്ങനെ തന്നെ അത് ചെയ്യാൻ തോന്നും, പിന്നെ അതങ്ങനെ ഫോളോ അപ്പ് ആവും, പിന്നെ നമ്മുടെ ഡേയ്സ്, നമ്മുടെ ഇയേഴ്സ്, നമ്മുടെ ടൈം എല്ലാം പോസിറ്റീവായിട്ടിരിക്കും. അതേസമയം നമ്മളൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളെ കൂടെയാണ് കൂട്ടുവെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മൈൻഡ് അറിഞ്ഞോ അറിയാതെയോ നെഗറ്റിവിറ്റിയുടെ സൈഡിലേ പോകത്തുള്ളൂ. ഓക്കെ, പിന്നെ എന്തൂസിയാസം ആൻഡ് ചിയർഫുൾ വേർഡ്സ്. ഒരു ഫസ്റ്റ് ഇപ്പം നിങ്ങൾ കോളേജിൽ വരുവാണ്, ആരെങ്കിലും ഒരാൾ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ നീ സാരി ഡ്രാപ്പ് ചെയ്തത് കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ദിവസം നമുക്ക് ബ്രൈറ്റ് ആയിരിക്കും, നമുക്കൊരു ചെറിയ ചിരി, ഒരു പുഞ്ചിരി വരും. അതേസമയം ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പേഴ്സണും ആ ഒരു ചെറിയ പുഞ്ചിരി വരും. അപ്പൊ നാളെ ഇപ്പൊ പൊതുവെ പിള്ളേർക്ക് ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ഒരു കാര്യം പറയണമെന്ന് മനസ്സിൽ കാണും, പക്ഷെ പറയാനായിട്ട് മടിയായിട്ട് കുറെ പേര് പറയത്തില്ല. അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ എത്രയോ പേരുടെ കഴിവുകൾ നമുക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതൊക്കെ പുറത്ത് വന്നു. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ഡ്രാമ ക്ലാസ്സിൽ നോക്കിയാലും ആ ഒരു എല്ലാവരുടെ ഉള്ളിലും ആ ഒരു സ്കിൽ, ഒരു കഴിവ് എല്ലാത്തിലും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആരും അത് അറിഞ്ഞില്ല. പക്ഷെ ഇനി ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബിക്കോസ് നമ്മൾ അതിന് ട്രെയിൻഡ് ആണ്, നമ്മൾ ചെയ്യാൻ പറ്റും അല്ലെ, നമ്മൾ ഒരിക്കലും ബാക്കിൽ പോകത്തില്ല. അപ്പം ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ളവരെല്ലാം പോസിറ്റീവായിട്ടിരുന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ഡേ, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ദിവസം നമുക്ക് അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ അവർ നമുക്ക് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് തിരിച്ച് പറയാൻ നമുക്ക് മടിയാണെങ്കിലും അടുത്ത ദിവസം ഉറപ്പായിട്ട് നമ്മൾ പറയുന്നത് ഇല്ല, നീ ഇത് ചെയ്തത് കൊള്ളാം, നമ്മളൊരു അപ്രിഷിയേഷൻ ആണ്. ഇതിന് ഓതർ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓതർ ഒരു ദിവസം ഒരു ബസ്സിൽ പോവാണ്. ആ ഒരു ബസ്സിൽ അയാൾ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ പേഴ്സൺ ഭയങ്കര റൂഡാണ്, ഹീസ് വെരി റൂഡ്. ലൈക്ക് എപ്പോഴും അറിയാലോ, നമ്മൾ ബസ്സിൽ വരുന്ന എല്ലാവർക്കും അറിയാം, നമുക്ക് ആ ഒരു കണ്ടക്ടേഴ്സും ഡ്രൈവേഴ്സും ഒക്കെ മോസ്റ്റ്ലി റൂഡായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അവരിങ്ങനെ നമ്മളങ്ങനെ ആട്ടി ഓട്ടിക്കുകയാണ് ചെയ്യുന്നത്, ഈ ചില്ലറ ചോദിക്കാൻ പോകുമ്പോൾ പോലും. അപ്പോൾ ഒരു ആളോട് മാത്രം ആ ഡ്രൈവർ ഭയങ്കര പ്ലസന്റ് ആയിട്ട് സംസാരിക്കുകയാണ്. അയാൾ കയറിയപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഒരു സന്തോഷം, ഒരു സമാധാനം ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഓതറിന് ഒരു ക്യൂരിയോസിറ്റി, ഓക്കെ, എന്താണ് ഇയാളോട് മാത്രം അയാൾ റൂഡല്ലാണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ തന്നിട്ട് ഓതർ എന്ത് ചെയ്തു, ഇയാളോട് പോയി ചോദിച്ചു എന്താണ് അതിന്റെ റീസൺ. അപ്പൊ അയാൾ പറഞ്ഞു റീസൺ വേറെ ഒന്നുമില്ല, ഒരു ദിവസം ഞാൻ കയറിയപ്പോൾ ഇയാൾ ഭയങ്കര ഫോൺ വരുന്നുണ്ട്, ഇയാളെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ടെൻഷൻസിന്റെ ഇതിന്റെ ഇടയിൽ വണ്ടി നീറ്റായിട്ട് ഓടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്തു. എന്ത് ചെയ്തു, ജസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്തു. നിങ്ങളുടെ ഇത് വലിയ റിസ്ക് ഉള്ള ടാസ്ക് ആണ്, എന്നാലും നിങ്ങളെ സേഫാ കൊണ്ടുപോകുന്നില്ലേ, എത്ര ട്രാഫിക് ആണ്, ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഓടുന്നത് വലിയ കാര്യമാണ് എന്ന് പറഞ്ഞു. സോ അത് അയാൾക്ക് ആ സമയം ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു അപ്രീഷിയേഷൻ അയാളെ മനസ്സിൽ കൊണ്ടു. അതുകൊണ്ട് ഇയാളുമായിട്ട് ഭയങ്കര ഒരു നല്ലൊരു കോൺവെർസേഷനിൽ ഇൻവോൾവ് ആയി. പിന്നെ അത് നല്ലൊരു കൂട്ട്
കൂട്ടുകാരാണ്. അതുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ വേർഡ്സ് പോലും മറ്റുള്ളവരിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതേസമയം നമുക്കും ആ ഒരു സ്വഭാവം ലൈക്ക് അപ്ഡേറ്റ് ആവും. മനസ്സിലായോ? ഒരു നല്ല കാര്യം കണ്ടാൽ നല്ല കാര്യമാണ് എന്ന് പറയാനുള്ള മനസ്സുണ്ട്. അത് ആർക്കായി അങ്ങനെ വരുമ്പോൾ നാളെ ആ ആള് ഇന്നൊരു വ്യക്തിയെ കാണുന്നു, പറയാൻ മടിയായിരുന്ന ആള് പോലും പറഞ്ഞു പോകും, നീ ചെയ്ത ആ കാര്യം കൊള്ളാം, നീ പറഞ്ഞത് കൊള്ളാം, നിന്റെ ഒരു മൂവ്മെന്റ് ലൈക്ക് നീ പറഞ്ഞ ഒരു സ്റ്റൈൽ കൊള്ളാമായിരുന്നു, സംസാരിച്ചു, അങ്ങനെ അവർ പറയും. എന്തൊരു കാര്യത്തിനും ഒരു അപ്രിഷിയേഷൻ കൊടുക്കും. സോ അത്. പിന്നെ ആറ്റിറ്റ്യൂഡ് ആൻഡ് അറ്റയർ, ഇതും നമ്മൾ മോസ്റ്റ്ലി കേൾക്കുന്ന ഒരു വേർഡാണ്. പക്ഷെ നമ്മൾക്ക് അതിന്റെ ബിഹേവിയറിലുള്ള ലോജിക് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് ഏതൊരു സ്പീച്ചിലും നമ്മൾ കേൾക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ്, അറ്റയർ, കോൺഫിഡൻസ്, ക്യൂരിയോസിറ്റി ഒക്കെ. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പെർഫെക്ഷൻ ഒരു മിത്താണ്. ഇപ്പം നമ്മളുടെ ഇതില് ലൈക്ക് ഈ ഹാളിൽ തന്നെ കുറേ വ്യക്തികളുടെ ഫോട്ടോസ് ഉണ്ട്. എത്ര പേര് അത് ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവരൊക്കെ ഏതോ ഒരു രീതിയിൽ സക്സസ്ഫുൾ പേഴ്സൺസ് ആണ്. പക്ഷെ എന്നും പറഞ്ഞാൽ അവർ പെർഫെക്റ്റ് എന്നല്ല. കുറേ കാര്യങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് അവർ വേണ്ടി പഠിച്ച് കുറച്ചുകൂടെ മുന്നിലോട്ട് വന്ന് കാണും. അങ്ങനെ അവർ സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്തു എന്ന് പറയാം. അതുകൊണ്ട് പെർഫെക്ഷന്റെ ബാക്കിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിലേ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കുന്നുള്ളൂ. സാഹചര്യത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്മൾ എപ്പോഴും നമുക്കൊരു സർക്കിൾ ഇട്ട് ആ സർക്കിളിന്റെ അകത്ത് തന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്നും നമ്മൾ പുറത്ത് വരാൻ പറ്റാത്ത രീതിക്ക് അകത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് സാഹചര്യത്തിന് കണക്കിലാക്കി ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാനും ഫ്രണ്ടിൽ വരാനും പേടിയാണ് മെയിൻ ആയിട്ട് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു കാര്യം. എല്ലാത്തിനും ഒരു പേടി. പക്ഷെ ആ പേടി നമ്മൾ മാറ്റി വച്ചില്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ ആ റെസ്ട്രിക്ഷനിൽ ഇരിക്കേണ്ടിയുള്ള അവസ്ഥ വന്നു. അതുകൊണ്ട് ആരും തന്നെ പെർഫെക്റ്റ് അല്ല. ഇവിടെ പെർഫെക്റ്റ് ബീയിങ്സ് എന്ന് പറയും. ഇപ്പം നമ്മൾ ദൈവത്തിനെ എടുത്താൽ പോലും കുറേ ഇപ്പം നമ്മൾ എല്ലാ ലൈക്ക് സ്റ്റോറീസിലും നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് പോലും ചില തെറ്റുകൾ പറ്റിയ സന്ദർഭങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഡിവൈൻ പീപ്പിളിന് തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് മനുഷ്യരാണ്. അപ്പം തെറ്റുകൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. അതിൽ നിന്ന് പുറത്ത് വരണം. നമ്മൾ ഓരോ കാര്യവും അപ്ഡേറ്റ് ചെയ്ത് ആ തെറ്റുകളിൽ നിന്ന് ഓരോ കാര്യവും പഠിച്ച് മുന്നിലോട്ട് വന്നാൽ മാത്രമേ സക്സസ് എന്നുള്ളൊരു കാര്യം പറ്റത്തുള്ളൂ. ഇതിനെല്ലാം ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം തിങ്കിങ് ബിഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആസ്ക് യുവർ സെൽഫ്. നിങ്ങൾ കണ്ണാടിന് മുമ്പ് പോയിട്ട് ലൈക്ക് ഒരുങ്ങുന്നത് വരെ അല്ലാണ്ട് എത്ര പേരാണ് ഞാൻ ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചു നോക്കൂ. അതിന്റെ ഉത്തരം നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ റിഫ്ലക്ഷൻ ആണോ നിങ്ങൾ കാണുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങളെ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് ഏത് ദൂരം വരെ പോകാൻ പറ്റും എന്നുള്ള കാര്യം. ആ ദൂരം എന്ന് പറയുന്ന ആ ഒരു ഡെസ്റ്റിനിക്ക് ഒരിക്കലും ഒരു എൻഡ് ഇല്ല. നിങ്ങൾക്ക് ഏത് ദൂരത്തിലും പോകാൻ പറ്റും. അത് നിങ്ങളുടെ തോട്ട് അനുസരിച്ചാണ്. നിങ്ങൾ എത്രത്തോളം വലുതായിട്ട് തിങ്ക് ചെയ്യണോ അത്രയും ഡിസ്റ്റൻസിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ അതും ഓതർ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് പൊട്ടൻഷ്യൽ, നിങ്ങൾ എന്തൊക്കെ മറികടന്ന് വന്നു എന്നുള്ള ഒരു കാര്യം ആലോചിക്കണം. ഈ ലോകത്ത് പ്രോബ്ലംസ് എന്ന ഒരു കാര്യം ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവർക്കും അവരവരെ പ്രോബ്ലംസ് ഉണ്ട്. എല്ലാ വ്യക്തികൾക്കും ഇൻഡിവിജ്വലി എല്ലാവർക്കും അവരെ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ആ പ്രോബ്ലംസ് നിങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പം എക്സാംസ് വരുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ടേബിൾ ഇടാം. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓരോ കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങളുടെ മദർ ടങ്ങിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാം. സോ എന്തൊരു പ്രോബ്ലത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഒരു ഫാന് ചീത്തയാണെങ്കിൽ നമ്മൾ അതിന് ആരെയാണോ വിളിച്ച് ശരിയാക്കണം നമ്മൾ ഉറപ്പായിട്ടത് ചെയ്യും. സോ എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞാൽ മാത്രം പോരാ. എന്തൊരു കാര്യവും പറഞ്ഞാലും നടക്കണമെന്നില്ല, പറയുന്ന ആർക്കും പറയാം. പക്ഷെ യു ഷുഡ് ബി എ ഡൂവർ. നിങ്ങൾ അത് ചെയ്ത് പഠിക്കണം. ഓക്കെ, എന്തൊരു കാര്യവും നിങ്ങൾ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും സക്സസ് എന്ന ഉള്ള ഒരു ഫ്രൂട്ട്, ഒരു ബ്യൂട്ടിഫുൾ ഒരു ടേസ്റ്റി കൈൻഡ് ഓഫ് ഫ്രൂട്ടാണ്. അത് നിങ്ങൾക്ക് രുചിച്ച് നോക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പെർസിസ്റ്റൻസ്. ഒരു എക്സസൈസ് ആണെങ്കിലും എന്താണെങ്കിലും പെർസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഒന്നും നടപ്പിലാകത്തില്ല. സോ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നെങ്കിലും അതിന് ഒരു ക്ലിയർ ആയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യണം. ആ ഒരു ഗോൾ ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് സ്ക്രിപ്റ്റ് എഴുതിയില്ലേ, സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്കത് എന്ത് ചെയ്യണം എന്നൊരു ഗോൾ ഇന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ കയറി പെർഫോം ചെയ്യാൻ പറ്റിയത്. നമുക്കൊരു ഗോൾ ഇല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ പെട്ടെന്ന് ആരും ചെയ്യത്തില്ല. 4 പേര് ഇവിടെ വിളിച്ചാൽ അവിടെ പോകും. 4 വാക്കിൽ മേബി സ്പ്ലിറ്റ് ആയിരിക്കും. ഈവൻ ഒരു റഫ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പോലും ചില സന്ദർഭങ്ങളിൽ നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വന്നു. അപ്പം ജീവിതം എന്ന് പറയുന്ന ഒരു തിരക്കഥ ഭയങ്കര വലുതാണ്. നമ്മുടെ ഇവിടെ നമ്മൾ പറയുന്ന പോലെ ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും അല്ല, അത് ലൈഫ് ലോങ് പ്രോസസ്സാണ്.
അപ്പം അതിന് ഉറപ്പായിട്ടൊരു സ്ക്രിപ്റ്റ് വേണം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ എവിടെ വരെ പോകണം, എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഗോൾ എന്താണ് എന്നുള്ള എല്ലാ കാര്യത്തിനും ഒരു ക്ലിയർ കട്ട് സ്ക്രിപ്റ്റ് വേണം. ഓക്കെ, എങ്കിലേ നിങ്ങൾക്കത് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓതർ ഇതിൽ എല്ലാ ഈ എലമെന്റ്സ് പറയുമ്പോഴും മെയിനായിട്ട് എടുത്ത് പറയുന്നത് തിങ്കിങ് ബിഗ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഏത് എലമെന്റ് നമ്മൾ എടുത്താലും അതിൽ നമ്മൾ ഏതോ ഒരു ദൂരത്തിലാണ് എന്ന് നമ്മൾ ഉറപ്പായിട്ടും തിങ്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് അത് അച്ചീവ് ചെയ്ത് ആ പാത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒബ്സ്റ്റക്കിൾസ്, എന്തൊരു കാര്യത്തിലും ഒബ്സ്റ്റക്കിൾസ് ഉറപ്പായിട്ടും വരും. ഒബ്സ്റ്റക്കിൾസ് വരാതെ ആരുടെ ലൈഫും അങ്ങനെ ലീഡ് ആവത്തില്ല എനിക്കറിയാം. കാരണം ഇപ്പോൾ പഠിത്തമായാലും ശരി, പിന്നെ നമ്മുടെ ജീവിതത്തിലെ പല പല സാഹചര്യങ്ങൾ, അതിലെല്ലാം ഒബ്സ്റ്റക്കിൾസ് വരും. ഈ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മറികടന്ന് നമ്മൾ റീച്ച് ആയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാതയിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ആസ് ഐ സെഡ്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, ലൈക്ക് അത് ഞാനല്ല, ഓതർ പറയുന്നതാണ്. അതായത് നമ്മളെ എപ്പോഴാണ് നമ്മളെ വലിയൊരു ആളായിട്ട് നമ്മൾ ആദ്യം നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്നോ അപ്പോൾ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഹൈറ്റ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തൊരു കാര്യം പറഞ്ഞാലും എക്സ്ക്യൂസ് പറഞ്ഞ് പേടിച്ച് മാറി ഒതുങ്ങി നിന്നാൽ ലാസ്റ്റ് വരെ നമ്മൾ അവിടെ നിൽക്കത്തുള്ളൂ, നമുക്ക് ഒരു പുരോഗമനവും ഉണ്ടാകത്തില്ല. പിന്നെ ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ പുറകിൽ ഒതുങ്ങി നിന്നാൽ മറ്റുള്ളവർ ഫ്രണ്ടിൽ പോകും. അത് സ്വാഭാവികമായിട്ടൊരു കാര്യം. എന്തോ ഒരു കാര്യം ചെയ്യാൻ പറയുന്നു, അപ്പം ഇപ്പം എല്ലാവരും ചേർത്ത് വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ എണീറ്റ് സംസാരിക്കും എന്ന് പറയുമ്പോൾ ആരും എണീക്കത്തില്ല. 1-2 പേര്, മേ ബി എപ്പോഴും ഫ്രണ്ടിൽ വരുന്ന 1-2 പേര് എണീക്കും. അതേസമയം നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 5-5 പേരാക്കിയിട്ട് അതിൽ നിന്ന് ഒരാൾ എണീറ്റ് തന്നെ ആകണം, അല്ല അതിൽ നിന്ന് ഒരാൾ 2 ആൾ എണീറ്റ് സംസാരിക്കണം പറഞ്ഞാൽ വേറെ വഴിയില്ലാതെ നിങ്ങൾ എണീറ്റ് പോകും. പിന്നെ അത് എണീറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി ആ ഒരു പേടി വരത്തില്ല. സോ ഈ ഒരു ബുക്ക് എല്ലാവരും വായിക്കണം. ബിക്കോസ് ഇതിന് അകത്ത് എന്തോ ഒരു മാജിക് ഉണ്ട്. അത് നിങ്ങൾ ഇപ്പം എനിക്ക് ഇൻഡെപ്ത് എല്ലാം പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ ആ ഒരു ക്യൂരിയോസിറ്റി, ഞാൻ പറഞ്ഞല്ലോ, ക്യൂരിയോസിറ്റി എല്ലാവർക്കും വേണം. ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ ഇത്ര ലാവിഷായിട്ട് നമുക്കാർക്കും ഈ ചെയറിൽ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ റൂഫിന്റെ താഴെ പുറത്ത് മഴ പെയ്യുമ്പോൾ ഇത്രയും കംഫർട്ടായിട്ട് നമുക്ക് കയറി ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും നമ്മളെപ്പോലെ ലേസി ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, ഫോൺ നമ്മുടെ കയ്യിൽ കാണത്തില്ല, ലാപ്ടോപ്പ് കാണത്തില്ല, ഇലക്ട്രിസിറ്റി കാണത്തില്ല, ഒന്നും കാണത്തില്ല. അപ്പം നമുക്ക് മുമ്പ് ഏതോ കുറേ വ്യക്തികൾ ചില കാര്യത്തിന് സഞ്ചരിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. അവര് ക്യൂരിയോസിറ്റി കാരണം അവർ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അതിന്റെ ബെനിഫിറ്റ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. സോ ഇനി അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ ഇനി അടുത്ത വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചില കാര്യത്തിൽ ക്യൂരിയസ് ആവാം. നമുക്ക് ഏതോ ഒരു ഡിസ്റ്റൻസിൽ എത്താം, നമ്മൾ ഊഹിച്ചു നോക്കാൻ പറ്റാത്ത ഹൈറ്റിൽ നമുക്ക് എത്താൻ പറ്റും. അതിനൊരു സംശയം വേണ്ട. അപ്പൊ ആദ്യം നിങ്ങൾ തന്നെ നിങ്ങളെ ബിലീവ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുക്ക് റാക്ക് 34A സോ ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നാണ്. എല്ലാവരും വായിച്ച് നോക്കണം. ആൻഡ് ഫൈനലി ഞാൻ നന്ദി പറയേണ്ടത് നമ്മുടെ പ്രിൻസിപ്പൽ, പിന്നെ ഷീല മാം ആൻഡ് രാഹി മാം. സോ ഇവർ ഇത്രയും പേര് ഒരു ബാക്ക് ബോൺ ആയിട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ബുക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം കിട്ടിയത്. താങ്ക് യു സോ മച്ച്.